അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, പൊങ്കലും മൂഞ്ചു എന്താണ് ദളപതി 69ന്റെ പൊങ്കലവസ്ഥ? അതൊന്ന് പറയാനുണ്ട്. അടുത്തതായി അമിതാഭ് ബച്ചന് പേരായി വരുന്ന ഒരു പുതിയൊരു കാസ്റ്റ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് ഈ പടത്തിൽ. അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപൊക്കെ ആയിട്ട് കുറച്ച് അടിപൊളി ഡെനിം ജാക്കറ്റ്സ് ആൻഡ് ജീൻസ് പാൻറ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നോക്കാവുന്നതാണ്. ദളപതി 69 എന്ന പടത്തിൻ്റെ കാസ്റ്റിലോട്ട് പുതിയൊരു കാസ്റ്റ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അസുരം പടത്തിലൊക്കെ അഭിനയിച്ച TJ അരുണാചലം ഇപ്പോൾ വന്നിരിക്കുന്നത്. റോൾ എന്താ വെച്ചാൽ അമിതാഭ് ബച്ചൻ്റെ പേരായിട്ടാണ് വരുന്നത് എന്ന് ഒഫീഷ്യലായി തന്നെ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പൊങ്കൽ അപ്ഡേറ്റ് വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ അപ്ഡേറ്റ് ഉറപ്പിച്ചുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ലെവൽ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്ഡേറ്റ് വരുമെന്ന് വലിയ ഉറപ്പില്ല. ഇനി ദിവസങ്ങളുണ്ട്. അപ്ഡേറ്റ് ഉണ്ട് ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്യുക തന്നെ വേണം. പൊങ്കൽ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇനി അപ്ഡേറ്റ് പ്രതീക്ഷിക്കേണ്ട. ലാസ്റ്റ് നല്ലൊരു ഡേറ്റ് അതാണ്. ഫസ്റ്റ് ലുക്ക് നല്ല ഡിലേ ആയി. ആകെ ഒരു പടം ഉള്ളൂ, ഒരു വർഷം അതേ ഉള്ളൂ. എല്ലാ മാസവും അപ്ഡേറ്റ് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല തോന്നുന്നു. പിന്നെ ഇന്നലെ റിലീസായ ഗെയിം ചേഞ്ചർ ഒരു ദുരന്തം പടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. വിജയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു എസ്കേപ്പ് തന്നെയാണ് ഈ പടം. ഇത്രയും കാലം ശങ്കർ വിജയോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റോറിയിൽ ഈ പടവുമുണ്ട്. വിജയ് ഇത് റിജക്ട് ചെയ്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വിജയ് സിനിമ റിട്ടയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ദളപതി 70 ഒരു ശങ്കർ പടം എന്നായിരുന്നു റൂമേഴ്സ് ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ ഈ പടമായിരിക്കും. എന്തായാലും കൊള്ളാം. ഇനി ശങ്കറൊക്കെ എപ്പോൾ തിരിച്ചു വരികയാവോ. ഒരു കാലത്ത് ഇന്ത്യ മൊത്തം നെട്ടിച്ച ഡയറക്ടറാണ്. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ റിലീസ് ചെയ്യുന്ന ലിയോ 2 ഫാൻ മെയ്ഡ് സ്റ്റോറി ടെല്ലിംഗ് സീരീസിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ തീർച്ചയായിട്ടും ആക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനെ കാണാം.